ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൻസ് അറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റിയോ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ പരിപാലനമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കെയറിംഗ് ടിപ്സ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ തുടർന്നും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്കും ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വളർത്താനായിട്ട് ചെടികൾ തപ്പുന്ന ആൾക്കാർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് റിയോ പ്ലാന്റ്. കൂടെ അധികം കെയർ ഒന്നും കൊടുക്കാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ ചെടിക്ക്. നമ്മൾ ഡെയിലി ഒന്നും ഇതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊഴിക്കൽ വളരെ മിനിമലായിട്ട് മാത്രം ചെയ്യേണ്ട ഒരു ചെടിയാണിത്. നമ്മൾ ഒരു വട്ടം ഒന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പോട്ടി മിക്സറിൽ നിന്ന് ശരിക്കും വെള്ളമൊക്കെ പോയി ആ സോയിൽ സർഫേസ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ മാത്രം വീണ്ടും വെള്ളം ഒഴിക്കുക. അല്ലാതെ നമ്മൾ ഡെയിലി നനച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകും. ആദ്യം അതിൻ്റെ അടിയിൽ നിന്നുള്ള ഇലകളൊക്കെ ചീഞ്ഞ് പോകും, പിന്നെ ചെടി മൊത്തത്തിൽ പോകും. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് വാട്ടർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമേ ഇല്ല. വല്ലപ്പോഴും ഇടയ്ക്കിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വല്ലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഒരു സോയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് അത്യാവശ്യം ഒന്ന് വളർന്നു വരുമ്പോൾ ഇതിന് നിറയെ ശിഖരങ്ങളൊക്കെ ഉണ്ടാകും. അത് ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടി മിക്സിലേക്ക് മാറ്റി നട്ടാൽ മതി. ഇതിൻ്റെ ആ ഒരു പ്ലാന്റ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് ബാൽസ്യൂല്ലേ, അത് ഓൾമോസ്റ്റ് എല്ലാവരും വളർത്തിയിട്ടുള്ള ഒരു ചെടിയായിരിക്കും. ആ ഒരു ചെടിയെ പോലെ തന്നെയാണ്. ഷെയ്ഡിൽ വെക്കണം, ഓവറായിട്ട് മഴ കൊള്ളരുത്, അതേപോലെ തന്നെ ബ്രൈറ്റ് സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കരുത്, ഓവറായിട്ട് വാട്ടർ ചെയ്യരുത്. സെയിം ആ ഒരു ചെടിയുടെ കെയർ പോലെയൊക്കെ തന്നെ ഇതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്താം. ഇപ്പോൾ ചൈനീസ് ബാൽസ്യം എന്ന് പറയുന്നത് ചിലയിടത്ത് വേറെ പേരായിരിക്കും, ഇംപേഷ്യൻ പ്ലാന്റ് എന്നൊക്കെയാണ് തോന്നുന്നത് അതിൻ്റെ വേറെ പേര്. അപ്പോൾ ചൈനീസ് ബാൽസ്യം പോലെ തന്നെയാണ് ഈ ഒരു റിയോ പ്ലാന്റ് നമ്മൾ ശരിക്കും വളർത്തേണ്ടത്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഏതൊരു മണ്ണും നമുക്ക് യൂസ് ചെയ്യാം. വെള്ളം ഒരിക്കലും ചട്ടിയിൽ കെട്ടിക്കിടക്കരുത്. കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകുന്ന ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണും അതേപോലെ തന്നെ ഒരല്പം ഉണക്കച്ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ നന്നായിട്ട് എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമോ കല്ലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അതിൽ പോട്ടി മിക്സ് നിറയ്ക്കുക. അപ്പോൾ വെള്ളം വാർന്നു പോകാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നടുന്നതിന് മുമ്പായിട്ട് ആ നടുന്ന ഒരു സ്റ്റെമ്മിൻ്റെ ഏരിയയിലുള്ള ഇലകളൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്നത് പോലെ മണ്ണിൽ ഒന്ന് നട്ടു കൊടുത്താൽ മതി. ഒരു കുറച്ച് നാൾക്കുള്ളിൽ തന്നെ നന്നായിട്ട് പിടിച്ചതിൽ നിന്ന് പുതിയ ലീഫൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടുമ്പോൾ ഉണക്കച്ചാണകം കൂടി മിക്സ് ചെയ്തിട്ടാണ് നട്ടിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഒഴിക്കാനായിട്ട് കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു ടൈമിൽ ബാക്കി ചെടികൾക്ക് ഒഴിക്കുന്ന കൂട്ടത്തിൽ ഇതിനും അല്പം അങ്ങനെ വളം ഒഴിച്ചു കൊടുക്കാം. അത് അങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വരും. പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരും. നമ്മൾ ആ വാട്ടറിങ്ങിൻ്റെ കാര്യവും അതേപോലെ തന്നെ സൺലൈറ്റിൻ്റെ കാര്യവും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായ ലീഫാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ബലത്തോടു കൂടി അതുമ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടിക്ക് ചെയ്യുന്ന പറഞ്ഞ് ഒടിഞ്ഞു പോകും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. നമ്മളുടെ ഇപ്പോൾ പാൻഡാനസ് പ്ലാന്റിൻ്റെ ഒക്കെ ലീഫ് ഒരു അത്യാവശ്യം ഒരു ഫ്ലെക്സിബിൾ ടൈപ്പ് ഓഫ് ലീഫാണല്ലോ. ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കെയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ എനിക്കറിയാതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആകും. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ചെടി നടലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം നനയുടെ കാര്യം നേരത്തെ പറഞ്ഞത് എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഈ ചാനലിൽ വേറെയും പ്ലാന്റ് കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് അതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.